നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ആലപ്പുഴയിൽ ഉത്സവത്തിനിടെ യുവാക്കൾക്ക് ക്രൂരമർദ്ദനം. മർദ്ദിച്ചത് ഉത്സവത്തിൽ പങ്കെടുക്കാൻ പുറത്തുനിന്ന് എത്തിയവരെ. സംഭവം നീർക്കുന്നം കളപ്പുരയ്ക്കൽ ക്ഷേത്രത്തിൽ. ലഹരിക്കെതിരെ പരിശോധന ശക്തം. ഓപ്പറേഷൻ ഡി ഹണ്ടിൽ സംസ്ഥാനത്ത് ഒരാഴ്ചക്കിടെ അറസ്റ്റിലായത് 2854 പേർ. പിടിച്ചെടുത്തത് 1.5 കിലോ MDMA-യും 134 കിലോ കഞ്ചാവും. 10ാം ക്ലാസ് സെന്റ് ഓഫ് ആഘോഷമാക്കാൻ കാസർഗോഡ് വിദ്യാർത്ഥികളുടെ ലഹരി പാർട്ടി. കൊച്ചി ക്വീൻസ് വാക്ക് വേയിൽ വഴിയെ ചൊല്ലി തർക്കം. യുവാക്കൾ ഏറ്റുമുട്ടി. കാറ് അടിച്ചു തകർത്തു. പാലക്കാട് ചിറ്റൂരിലെ ഷാപ്പുകളിലെ കള്ളിൽ കഫ് സിറപ്പിന്റെ അംശം. ഷാപ്പ് പൂട്ടിയും കള്ള് പുറത്തേക്ക് ഒഴുക്കിയും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. എറണാകുളം വടക്കൻ പറവൂരിൽ ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞു. 3 പേർക്ക് പരിക്ക്. ഓട്ടോയും ആന തകർത്തു. തളച്ചത് 1.5 മണിക്കൂറിന് ശേഷം. വിശദമായി പരിശോധിക്കാം. ആലപ്പുഴയിൽ യുവാക്കൾക്ക് മർദ്ദനം. 19-20 വയസ്സുള്ള 2 യുവാക്കൾക്കാണ് മർദ്ദനമേറ്റത്. പുറത്തുനിന്നെത്തിയവർ ഉത്സവപ്പറമ്പിൽ തുള്ളിയതാണ് പ്രകോപനത്തിന് കാരണം. നീർക്കുന്നം കളപ്പുരയ്ക്കൽ ക്ഷേത്രത്തിലാണ് സംഭവം. നല്ല രീതി പിടിക്കും, നല്ല രീതി പിടിക്കും. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുകയാണ്. ശരണ്യ, ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് ഈ മർദ്ദനത്തിലേക്ക് നീങ്ങുന്നതും അതിനുശേഷം ഉണ്ടാകുന്ന കാര്യങ്ങളുമൊക്കെ തന്നെ. ഇവർ മദ്യലഹരിയിലായിരുന്നോ? ഈ ഉത്സവപ്പറമ്പിൽ ഈ തുള്ളിയത് ഇത് മാത്രമാണോ ഈ പ്രകോപനത്തിന് പിന്നിലുള്ള കാരണം? കഴിഞ്ഞ ദിവസമാണ് വണ്ടാനം മെഡിക്കൽ കോളേജിന് സമീപത്തുള്ള കളപ്പുരയ്ക്കൽ ക്ഷേത്രത്തിൽ, നീർക്കുന്നം കളപ്പുരയ്ക്കൽ ക്ഷേത്രത്തിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായത്. ഉത്സവവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിപാടിയിൽ പങ്കെടുത്ത് തുള്ളിയതിനെ തുടർന്നാണ് ഈ പ്രകോപനം ഉണ്ടാവുകയും പ്രദേശവാസികളും പുറത്തുനിന്നെത്തിയ 2 ചെറുപ്പക്കാരെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തത്. 19ഉം 20ഉം വയസ്സുള്ള 2 പേർക്കാണ് മർദ്ദനമേറ്റത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവരെ സംബന്ധിച്ച് മറ്റ് വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. അപ്പൊ ഈ സംഘർഷം കണ്ടു നിന്ന ഒരാൾ ഷൂട്ട് എടുത്ത പകർത്തിയ ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് അമ്പലപ്പുഴ പോലീസിനോട് അന്വേഷിച്ചപ്പോൾ പരാതി ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. ഇത്രയും മർദ്ദനമേറ്റ യുവാക്കൾ ആശുപത്രിയിലും ഒന്നും പോയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഇൻഫർമേഷൻ ഒന്നും പോലീസിന് ചെന്നിട്ടുമില്ല. ഈ ദൃശ്യങ്ങൾ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അമ്പലപ്പുഴ പോലീസ് കേസെടുക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ 2 ചെറുപ്പക്കാരും ആ ഉത്സവ പരിപാടികളുമായി ബന്ധപ്പെട്ട തുള്ളിയതാണ്. ആ പ്രദേശത്തുള്ള ആളുകൾ സംഘടിതമായി വന്ന് ഇവരെ മർദ്ദിക്കാൻ കാരണം എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഏകദേശം 30ഓളം പേരാണ് ഈ 2 ചെറുപ്പക്കാരെ, വീണ് കിടക്കുന്ന ചെറുപ്പക്കാരുടെ മേൽ ഇത്രയും വലിയ മർദ്ദനം അഴിച്ചുവിടുന്നത്. അത്തരത്തിൽ ഓരോ ആളുകൾ ഓടിക്കൂടി വരുന്നവരെല്ലാം മർദ്ദിക്കുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഈ സംഭവത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ അമ്പലപ്പുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പരാതി ഇത്രയധികം മർദ്ദനമേറ്റിട്ടും ഇത് സംബന്ധിച്ചൊരു പരാതിയും സ്റ്റേഷനിൽ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. എന്തായാലും ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അമ്പലപ്പുഴ പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.
ഇത് തന്നെയാണ് സാഹചര്യം. അമ്പലപ്പുഴ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യും ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. 19-20 വയസ്സുള്ള 2 യുവാക്കൾക്കാണ് മർദ്ദനമേൽക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. ഏകദേശം 20-25ഓളം ആളുകൾ ഈ 2 പേരെ ചേർന്ന് മർദ്ദിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. എന്താണ് ഇത് സംബന്ധിച്ച് ഈ ഒരു മർദ്ദനത്തിന് കാരണം, അല്ലെങ്കിൽ എന്താണ് ഇതിലേക്ക് നയിച്ചത് എന്നുള്ളത് ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. ഈ ഉത്സവത്തിലേക്ക് ഈ 2 യുവാക്കൾ അലമ്പുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നുള്ള നാട്ടുകാരുടെ വാക്കുകളും ഉണ്ട്. അത് തന്നെയാണോ ഈ മർദ്ദനത്തിലേക്ക് കാര്യങ്ങൾ മാറിയത് എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ അമ്പലപ്പുഴ പോലീസിന് ലഭിച്ചിട്ടില്ല. ഈ 2 യുവാക്കൾ ആശുപത്രിയിലും എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അമ്പലപ്പുഴ പോലീസ് കേസുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം ഷെയ്ന സ്നേഹിതൻ പങ്കുവച്ചത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഒരാഴ്ചക്കിടെ അറസ്റ്റിലായത് 2854 പേർ. 17,000-ലധികം പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. 2782 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പരിശോധനയിൽ 1.5 കിലോയ്ക്കടുത്ത് MDMA-യും 154 കിലോ കഞ്ചാവും പിടിച്ചെടുത്തു. ADGP മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. MDMA-യുമായി ഡെന്റൽ ഡോക്ടർ പിടിയിലായി. പാലക്കാട് കരിമ്പ സ്വദേശി വിഷ്ണുരാജിനെയാണ് കൊടുവള്ളി ഓമശ്ശേരിയുള്ള ഫ്ളാറ്റിൽ നിന്ന് 15 ഗ്രാം MDMA-യുമായി പിടികൂടിയത്. കോഴിക്കോടും മലപ്പുറത്തുമുള്ള മൊത്തവിതരണക്കാരിൽ നിന്നാണ് ഇയാൾ മയക്കുമരുന്ന് എത്തിക്കുന്നത്. കോഴിക്കോട് ടൗണ്, NIT, കൊടുവള്ളി, മുക്കം എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്കിടയിലും വിപുലമായ തോതിൽ ഇയാൾ ലഹരി വിൽപ്പന നടത്തിയെന്നും പോലീസ് പറയുന്നു. 2 മാസമായി സ്പെഷ്യൽ സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലായിരുന്നു വിഷ്ണുരാജ്. തിരുവനന്തപുരം തുമ്പയിൽ 37 ഗ്രാം MDMA പിടികൂടി. കരിമണൽ തട്ടാക്കുടി ലൈനിൽ തിരുവോണം വീട്ടിൽ സഞ്ജുവാണ് പിടിയിലായത്. ഡാൻസ് ഓഫ് ടീമിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന MDMA പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങി ചില്ലറ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതാണിത്. ഡാൻസ് ഓഫ് ടീമും തുമ്പ പോലീസും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. 10ാം ക്ലാസ് സെൻഡ് ഓഫ് പാർട്ടി ആഘോഷമാക്കാൻ ലഹരി പാർട്ടി നടത്തി വിദ്യാർത്ഥികൾ. കാസർഗോഡ് സ്റ്റേഷൻ പരിധിയിലെ ഒരു സ്കൂളിലെ കുട്ടികളാണ് കഞ്ചാവ് പാർട്ടി നടത്തിയത്. സ്കൂളിന്റെ പേര് വിവരങ്ങളടക്കമുള്ള വിശദാംശങ്ങൾ പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. കഞ്ചാവ് ഉപയോഗിക്കുകയും കൈവശം വയ്ക്കുകയും ചെയ്തതിന് സ്കൂൾ വിദ്യാർത്ഥികളുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് പോലീസ് തയ്യാറാക്കി. വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിൽപ്പന നടത്തിയ കളനാട് സ്വദേശി KK സമീറിനെ അറസ്റ്റ് ചെയ്തു. NDPS ആക്ട്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്നിവ പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പിടികൂടുന്നതിനിടെ സമീർ പോലീസിനെ ആക്രമിക്കുകയും ഭക്തശൈവൻ എന്ന പോലീസുകാരന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നുവെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് പരിശോധന. ന്യൂസ് 18 കാസർഗോഡ്. കൊച്ചി ക്വീൻസ് വാക്ക്വേയിൽ യുവാക്കൾ ഏറ്റുമുട്ടി. പുതുവൈപ്പ് ബീച്ച് പരിസരത്തുണ്ടായ സംഘർഷത്തിൽ തുടർച്ചയായാണ് ഏറ്റുമുട്ടൽ. വഴിക്ക് തടസ്സം നിന്നതുമായി ബന്ധപ്പെട്ട് തർക്കം അക്രമത്തിൽ കലാശിക്കുകയായിരുന്നു. ഒരു സംഘത്തിന്റെ കാറ് അടിച്ചു തകർത്തു. പരിക്കേറ്റ ഒരാൾ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വ്യാഴാഴ്ച രാത്രിയായിരുന്നു ഈ സംഭവം നടന്നത്. കൊച്ചി കളമശ്ശേരിയിൽ നിയന്ത്രണം വിട്ട കാറ് മീഡിയനിൽ ഇടിച്ചു. 3 പേർക്ക് പരിക്ക്. കാക്കനാട് ആലുവ സ്വദേശികളായ ജിജി രാജു, ഏഞ്ചൽ ടോമി, അഖിൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെയായിരുന്നു അപകടം സംഭവിച്ചത്. കോഴിക്കോട് താമരശ്ശേരിയിൽ ഫെയർവെൽ പാർട്ടിയെ ചൊല്ലിയുണ്ടായ സംഘടനത്തിൽ ക്രൂരമർദ്ദനത്തിന് ഇരയായി മരിച്ച ഷഹബാസിന്റെ പോസ്റ്റ്മോർട്ടം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പൂർത്തിയായി. മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. വിവരങ്ങളുമായി CV അനുമോദ് ചേരുകയാണ്. അനുമോദ്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിലത്തെ വിശദാംശങ്ങൾ?
ഹരി, അല്പസമയം മുമ്പാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തത്. 2 മണിക്കൂറോളം സമയം പോസ്റ്റ്മോർട്ടം നീണ്ടുനിന്നു. പോസ്റ്റ്മോർട്ടത്തിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകാൻ അല്പം കൂടി സമയമെടുക്കും. ഇൻക്വസ്റ്റിൽ പ്രധാനമായിട്ടും കണ്ടെത്തിയിരുന്നത് തലയ്ക്ക് ഉള്ളിൽ ഉണ്ടായ ഗുരുതരമായ പരിക്കാണ്. ബലമുള്ള എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് ആക്രമിച്ചാൽ, അടിച്ചാൽ മാത്രം ഉണ്ടാകുന്ന തരത്തിലുള്ള അതീവ ഗുരുതരമായ പരിക്ക് തലയ്ക്കകത്തേറ്റിരുന്നു. ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു, അതായത് ആന്തരിക രക്തസ്രാവം ഉണ്ടായിരുന്നു. തലച്ചോറ് ഇളകിയ അവസ്ഥയായിരുന്നു. കണ്ണ് പൂർണ്ണമായി അടിച്ചു പൊട്ടിച്ച നിലയിലായിരുന്നു. കാത് തകർന്നിരുന്നു. നെഞ്ചിന് പരിക്കേറ്റിരുന്നു. ഇത്തരം കാര്യങ്ങളാണ് ഇൻക്വസ്റ്റിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് പ്രാഥമിക നിഗമനമാണ് ഉള്ളത്. ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഇവിടെയുള്ള SYSന്റെ സഹായം കേന്ദ്രത്തിലേക്കാണ് മയ്യത്ത് കുളിപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയിട്ടുള്ളത്. അതിനുശേഷം താമരശ്ശേരിയിലെ വീട്ടിലേക്കും തുടർന്ന് 4 മണിയോടെ ഇയാളുടെ ഖബറടക്ക ചടങ്ങുകൾ പൂർത്തിയാക്കുമെന്നുമാണ് ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. CV അനുമോദാണ് വിശദാംശങ്ങൾ നൽകിയത്. ഷഹബാസിന് ഏറ്റ ക്രൂരമർദ്ദനം മലയാളികളൊട്ടാകെ തന്നെ, കേരളക്കരൊട്ടാകെ ഞെട്ടലോടെ കേട്ട ഒരു വാർത്തയും കൂടിയാണ്. അപ്പോൾ ആ പോസ്റ്റ്മോർട്ടം ഏകദേശം 2 മണിക്കൂറെടുത്താണ് പൂർത്തിയായത്. ഇപ്പോൾ ഷഹബാസിൻ്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഷഹബാസിനെ ആക്രമിച്ചവർ നേരത്തെയും വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചെന്ന നിർണായക വിവരം ന്യൂസ് 18 ലഭിച്ചിരിക്കുകയാണ്. താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മർദ്ദിച്ചത്. ഇതിന് സ്കൂളിൽ നിന്നും ഇവരെ താക്കീത് ചെയ്തിരുന്നു എന്നുള്ള വിവരവും കൂടി പുറത്തു വരുന്നുണ്ട്. MS അനീഷ് കുമാർ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അനീഷ്, ഈ സംഘം, ഈ ഷഹബാസിനെ ആക്രമിച്ചവർ ഇതിനു മുമ്പും ഇതുപോലുള്ള അക്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരവും കൂടി പുറത്തു വരുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങളും കൂടി തന്നെ അന്വേഷിക്കണം. ഇവർ ശരിക്കും വിദ്യാർത്ഥികൾ തന്നെയാണോ, അതോ ഇവർ ഗുണ്ടാ നേതാക്കൾ പോലെ പെരുമാറുന്നതൊക്കെ നമ്മൾ CCTV ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അപ്പോൾ ഇത് തുടർച്ചയായി സംഭവിക്കുന്നതാണ്. ഇത് ഒറ്റത്തവണ മാത്രം ഉണ്ടായിട്ടുള്ളതുമല്ല. ഇതെങ്ങോട്ടേക്കാണ് കാര്യങ്ങൾ മാറുന്നതെന്നുള്ളൊരു വലിയ പ്രസക്തമായ ചോദ്യം കൂടിയില്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം ഈ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ തന്നെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നേരത്തെ ഈ സംഘം മർദ്ദിച്ചത്. താമരശ്ശേരി മാർക്കറ്റിൽ വെച്ചാണ് മർദ്ദനം നടത്തുകയും ചെയ്തത്. ഇതിനെ തുടർന്ന് സ്കൂൾ അധികൃതർ താക്കീത് നൽകുകയും ഒക്കെ ചെയ്തു. അതായത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, അല്ലെങ്കിൽ ആദ്യമായല്ല ഒരു വിദ്യാർത്ഥിയെ മർദ്ദിക്കാൻ. ഇപ്പോൾ തന്നെ പ്രതിപട്ടികയിലുള്ള വിദ്യാർത്ഥികളിൽ 3 പേർ ആ സംഘത്തിൽ ഉണ്ടായിരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴെന്തായാലും നമ്മോടൊപ്പം MG സ്കൂളിലെ ഈ ഷഹബാസിന്റെ സ്കൂളിന്റെ ഹെഡ് മിസ്ട്രസ് നമ്മോടൊപ്പം തന്നെയുണ്ട്. മേഡം, വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ്. എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ കുട്ടികൾ തമ്മിൽ ഉള്ളതായി നേരത്തെ ഇല്ല, ഒന്നും അങ്ങനെ ഇല്ല. ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി യാത്ര അയച്ചു വിട്ടതാണ്. മോഡൽ എക്സാം കഴിഞ്ഞു, യാത്രയപ്പ് കൊടുത്തു, വീട്ടിലിരുന്ന് പഠിക്കണുള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ആൺകുട്ടികളാണ് ഞങ്ങൾക്ക് പേടിയായിരുന്നു. വണ്ടി എടുത്ത് ഇപ്പോൾ എന്തെങ്കിലും അപകടം പറ്റുകയുണ്ട്, അതിനൊക്കെ നിർദ്ദേശങ്ങൾ കൊടുത്തവരെ വിട്ടതാണ്. ഒന്നും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളായിട്ടുള്ളതും ഞങ്ങൾ അറിവില്ല. ആഘോഷങ്ങളൊന്നും, അതിരുവിട്ട ആഘോഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ സെന്റ് ഓഫ് നടത്തി നല്ല രീതിയിൽ തന്നെ അതിൽ കുട്ടികൾ പങ്കെടുത്തു. അവർ വളരെ സന്തോഷത്തോടു കൂടി. പിന്നെ അത് പുറത്തിറങ്ങിയതിനു ശേഷം പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന കേട്ട് ഞങ്ങൾ സ്കൂൾ ബസ്സിൽ അവരെ കയറ്റി അവരെ വീടിന്റെ ഓരോ കുട്ടികളെ അവരെ വീടിന്റെ അടുത്ത് ഇറക്കി കൊടുത്ത് രക്ഷിതാവിനെ ഏൽപ്പിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അത് അന്നത്തെ അവസാന ദിവസം കഴിഞ്ഞത്. ഈ ട്യൂഷൻ സെന്ററിൽ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായത് വല്ലതും അറിഞ്ഞിരുന്നോ? ഈ അവിടെ 2 സംഘമായി തിരിഞ്ഞാണ് ഈ പ്രശ്നങ്ങൾ അന്ന് തുടങ്ങിയത്. ഇവിടുത്തെ കുട്ടികളും താമരശ്ശേരിയിലും ഇല്ല, ഞങ്ങൾക്ക് അതിനെപ്പറ്റി ട്യൂഷൻ ക്ലാസ്സിൽ കുട്ടികൾ ട്യൂഷന് പോകുന്നവരും പോകുന്നല്ല, ഏത് ട്യൂഷൻ സെന്ററിൽ വരെ ഞങ്ങൾക്ക് അറിയില്ല. അതിനെപ്പറ്റിയൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഞായറാഴ്ച ഷഹബാസ് നല്ല കുട്ടിയായിരുന്നു. 8ാം ക്ലാസ് മുതൽ ഇവിടെ പഠിക്കുന്നതാണ്. 3 വർഷം ഇവിടെ പഠിക്കുന്നു. നല്ല കുട്ടിയായിരുന്നു, മിടുക്കനാണ്. അങ്ങനത്തെ ഒരു പ്രശ്നത്തിൽ ഷഹബാസ് എന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്ക് വിശ്വസിക്കാനേ പറ്റില്ല. അവനിങ്ങനെ ആ ഒരു ഇതിൽ പെട്ടോ എന്നുള്ളത് തന്നെ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നത്തിൽ അങ്ങനെ ഒരു താക്കീത് കൊടുക്കേണ്ടതായിട്ടും അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടേ ഇല്ല ഇതുവരെ. ഒരു പ്രശ്നങ്ങളും ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. വരുന്നു, ക്ലാസ്സിൽ ഇരിക്കുന്നു, പഠിക്കുന്നു, കൂട്ടുകാരുണ്ട്, അവർ കൂട്ടുകൂടുന്നു. അല്ലാതെ അങ്ങനത്തെ ഒരു താക്കീത് കൊടുക്കണം, രക്ഷിതാവിനെ വിളിച്ചു വരുത്തേണ്ടത് സ്കൂളിലേക്ക് വിളിച്ചു, അങ്ങനത്തെ ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല. കുട്ടികൾ ഈ സംഭവം മാത്രമല്ല, ഇതിന് ശേഷം വന്ന ചാറ്റുകളൊക്കെ അതൊക്കെ വലിയ ഞെട്ടിക്കുന്നതല്ലേ. ഇപ്പം മേഡമൊക്കെ ഒരുപാട് ഈ പ്രായക്കാരായ കുട്ടികളെ മാനേജ് ചെയ്ത് വർഷങ്ങളായി പോകുന്ന ആളുകളാണ്. ഇതുവരെ കേട്ടുകഴിവില്ലാത്ത രീതിയിൽ ശരിക്കും അതൊക്കെ കാണുമ്പോൾ ഒരു ഭയം തോന്നുകയാണ്. ഇനി അങ്ങോട്ടുള്ള കുട്ടികളുടെ ഭാവി എന്താണ്? ഇത്തരത്തിൽ അവരൊക്കെ ചാറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ അതവർ പ്ലാൻ ചെയ്താണോ? അപ്പൊ നമുക്ക് ശരിക്കും ആശങ്കയുള്ളത് നമ്മളെ മക്കൾ, ഞങ്ങൾ ഇവിടുന്ന് നല്ല രീതിയിൽ കുട്ടികൾ എല്ലാവരും സ്നേഹത്തിക്കാണ്, എല്ലാ സൗഹൃദത്തിൽ പോവുക എന്ന് പഠിപ്പിച്ച് വിടുന്ന മക്കൾ ഇങ്ങനെയൊക്കെ ഇത്തരം ചിന്തകൾ അവരെ ഉള്ളിലുണ്ടോ എന്നുള്ളത് കാണുമ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം തോന്നുന്നു. ശരിക്കും മുമ്പ് തന്നെ ആലോചന ഉണ്ടായിരുന്നോ എന്ന് തോന്നിപ്പോകുന്നത് കാണും. അങ്ങനെ അത്തരത്തിൽ ഞങ്ങളെ മക്കൾ ചെയ്യുന്നുള്ള ചിന്ത ഞങ്ങൾക്ക് ഇല്ല. എല്ലാം നമ്മളെ കുട്ടികളാണ്. ഞങ്ങൾക്ക് 8ാം ക്ലാസ്സിൽ വന്ന ആ ചെറിയ കുട്ടികളായിട്ട് അവരെ ഞങ്ങൾ കാണുന്നത്. ഞങ്ങളെ മനസ്സിൽ അവർ 10-ലെത്തി 15 വയസ്സായി മുതിർന്നൊക്കെ അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങളെ മനസ്സിൽ ഇപ്പോഴും കൊച്ചു കുട്ടികളാണ്. അപ്പൊ അങ്ങനെ ഒരു ചിന്ത ഞങ്ങളെ മക്കളുടെ മനസ്സിലുണ്ടെന്നുള്ള ഞങ്ങൾക്ക് ചിന്തിക്കാനേ കഴിയുന്നില്ല.
ഇതാണ് ഈ അധ്യാപകർ എപ്പോഴും അവരുടെ കുട്ടികളായി തന്നെയാണ് കുട്ടികളെ കാണുന്നത്. കാരണം 8ാം ക്ലാസ്സിൽ വെച്ച് അവരുടെ പക്കലെത്തുന്ന കുട്ടികളുണ്ട്, 5ാം ക്ലാസ്സിലെത്തുന്ന കുട്ടികളുണ്ട്, LKG മുതൽ അവരോടൊപ്പം എത്തുന്ന കുട്ടികളുണ്ട്. ഇതാണ് ഈ ഷഹബാസ് അടക്കമുള്ള വിദ്യാർത്ഥികൾ കളിച്ച് വളർന്ന് പഠിച്ച സെന്റ് ഓഫ് യാത്രയപ്പം കഴിഞ്ഞ് പടിയിറങ്ങിയ ആ സ്കൂളാണ്. അവിടെ നിന്നുമാണ് ഇപ്പോൾ അധ്യാപകരൊക്കെ വീട്ടിലേക്കും മോർച്ചറിയിലേക്കുമൊക്കെ മൃതശരീരം കാണാനൊക്കെ പോകുന്ന ഒരു സാഹചര്യം. നമ്മൾ പറഞ്ഞു വരുന്നത് ഈ ആദ്യം തന്നെ പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ വന്നാൽ ഇവർക്കൊരു കൃത്യമായ കുറ്റവാസനയുള്ള കുട്ടികൾ തന്നെയാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന്. നമ്മൾ സ്കൂളിൽ അന്വേഷിച്ചപ്പോൾ അവിടെ നിന്നും മനസ്സിലാക്കുന്നു ചെറിയ ചെറിയ ചില കശപശകൾ ഉണ്ടാവും. ഒപ്പം അതേ സ്കൂളിലെ തന്നെ 9ാം ക്ലാസ്സുകാരനായ ഒരു വിദ്യാർത്ഥിയെ കവലയിലിട്ട് മർദ്ദിക്കുക, അല്ലെങ്കിൽ ആളുകൾ കൂടുന്ന ആ ചന്തയിലിട്ട് മർദ്ദിക്കുക എന്ന് പറയുമ്പോൾ അത്തരം ഒരു കുറ്റവാസന അവരിൽ ഉറങ്ങിക്കിടപ്പുണ്ട്. ആ കുറ്റവാസന തന്നെയാണ് ഒരു ക്രിമിനൽ സംഘം എന്ന പേരിൽ പിന്നീട് വാട്സാപ്പ് ചാറ്റുകളിലൂടെ പുറത്തു വരുന്നത്. ഒരാളെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കുമെന്നൊക്കെ പറയുന്ന രീതിയിൽ അവന്റെ കണ്ണിന് 3 കുത്തുകുത്തി, അവന്റെ ഒരു കുത്തിയപ്പോൾ തന്നെ അവന്റെ കണ്ണ് തകർന്നു, അല്ലെങ്കിൽ അവനൊന്നുമില്ലാതായി എന്നൊക്കെ പറയുമ്പോൾ അത്തരമൊരു വലിയ കുറ്റവാസന ഈ കുട്ടികളിലുണ്ട് എന്നുള്ള ഒരു തെളിവ് തന്നെയാണ് പുറത്തു വരുന്നത്. ആ കുറ്റവാസനയുടെ അല്ലെങ്കിൽ ആ അക്രമവാസനയുടെ ഒരു വലിയ ദുരന്തമാണ് നമ്മൾ കാണേണ്ടി വന്നത്. കൃത്യമായി തന്നെ അവർക്ക് ആ ഘട്ടത്തിൽ അവർക്കെതിരെ നടപടിയെടുക്കുകയോ അല്ലെങ്കിൽ കൃത്യമായ കൌൺസിലിങ്ങോ അല്ലെങ്കിൽ ഇത്തരം ചെറു സംഭവങ്ങളിൽ തുടങ്ങുന്ന കുട്ടികളെ നേർവഴിക്ക് നയിക്കാനുള്ള ഒരു നടപടിയൊക്കെ ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ താക്കീത് കൊണ്ടൊന്നും കാര്യമായില്ല. മറ്റൊരാളുടെ ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് അവരുടെ കുറ്റവാസന മാറി എന്നതാണ് ഏറെ സങ്കടകരം. ഹരി, അനീഷ് കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായി തന്നെ ഈ ഷഹബാസിനെ ആക്രമിച്ചവർ ഇതിനു മുമ്പും സമാനമായ കേസിൽ ആക്രമിച്ച ഒരു വിദ്യാർത്ഥി 9ാം ക്ലാസ് വിദ്യാർത്ഥി ആക്രമിച്ചതാണ്. അതിന് സ്കൂൾ താക്കീത് നൽകി, പക്ഷേ അതിൽ കാര്യങ്ങൾ നിന്നില്ല. പുറത്തു വന്ന ഓഡിയോ ചാറ്റുകളൊക്കെ തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഞാൻ നേരെ അടിച്ചതുപോലുമില്ല, ഒന്ന് തട്ടിയതേ ഉള്ളൂ, അടിച്ചിരുന്നെങ്കിൽ അവൻ ചത്തുപോയേനെ എന്നുള്ളതൊക്കെ ഓഡിയോ ക്ലിപ്പുകളൊക്കെ കേൾക്കുമ്പോൾ 15 വയസ്സുകാരനായ ഒരാളിൽ നിന്നുമാണ് അത് കേൾക്കുന്നത്. ഇവർക്ക് കുറ്റവാസനയുണ്ട്, ക്രിമിനൽ സ്വഭാവമുള്ളതാണെന്ന് മുൻപും തെളിഞ്ഞതാണ്. പക്ഷേ ആ താക്കീത് കൊണ്ടൊന്നും ശരിയായില്ല എന്നുള്ള ഏറ്റവും നിർണായകമായ റിപ്പോർട്ടാണ് ഇപ്പോൾ ന്യൂസ് 18 ലഭിച്ചിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക്. എറണാകുളം വടക്കൻ പരവൂരിൽ ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞു. മൂത്തകുന്നം പത്മനാഭൻ എന്ന ആനയാണ് ഇടഞ്ഞത്. രാവിലെ 10 മണിയോടെ ഇടഞ്ഞ ആനയെ 1.5 മണിക്കൂറിന് ശേഷമാണ് തളയ്ക്കാനായത്. 3 പേർക്ക് പരിക്കേറ്റു. ഒരു ഓട്ടോയും ആന തകർത്തു. കൂന്നി മെഡിക്കൽ കോളേജ് പരിസരത്ത് വീണ്ടും കാട്ടുപോത്ത്. ഇന്ന് പുലർച്ചെ മെഡിക്കൽ കോളേജ് റോഡിലൂടെ നടക്കുന്ന കാട്ടുപോത്തിന്റെ ദൃശ്യം പുറത്തു വന്നിരിക്കുകയാണ്. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഭാഗത്തും കഴിഞ്ഞ രാത്രി കാട്ടുപോത്ത് എത്തിയിരുന്നു. മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നവരും പ്രദേശവാസികളും ആശങ്കയിലാണ്. വിവരങ്ങളുമായി ശശി നാരായണൻ ചേരുകയാണ്. ശശി, ഇതിനു മുമ്പും ഈ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ കാട്ടുപോത്ത് ഏകദേശം എത്ര മണിയോടുകൂടിയാണ് പ്രദേശവാസികൾ കാണുന്നത്? എത്രമാത്രം ആശങ്കയിലാണ് നിലവിൽ അവിടുത്തെ പ്രദേശവാസികൾ? ഇന്ന് പുലർച്ചെ 5 മണിക്കാണ് ഈ കാട്ടുപോത്ത് മെഡിക്കൽ കോളേജ് റോഡിലേക്ക് നടന്നു വരുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. എന്തായാലും പ്രദേശവാസികൾ തന്നെയാണ് ദൃശ്യങ്ങൾ പകർത്തിയിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസവും ഈ സമാനമായ രീതിയിൽ മെഡിക്കൽ കോളേജിന്റെ കോമ്പൗണ്ടിനുള്ളിലാണ് ഈ കാട്ടുപോത്തിനെ കണ്ടത്. ഈ കാട്ടുപോത്തും അതുപോലെ തന്നെ പന്നി, ആന അടക്കമുള്ള വന്യമൃഗങ്ങൾ ഈ സ്ഥിരമായി ഈ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് എത്തുന്നു എന്നുള്ളത് ഒരു പ്രധാന വിഷയമാണ്. അത് വനാതിർത്തിയോട് ചേർന്ന പ്രദേശത്ത് തന്നെയാണ് ഈ മെഡിക്കൽ കോളേജ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് പെട്ടെന്ന് തീറ്റ തേടി ഈ പ്രദേശത്ത് എത്താൻ കഴിയും. അതുകൊണ്ട് അത്തരത്തിൽ എത്തുന്നതുകൊണ്ടാണ് ഈ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് വരുന്നത്. അവിടെ പുല്ല് ധാരാളമുണ്ട്. പിന്നെ അത് തീറ്റയായി എടുക്കുന്നതിന് വേണ്ടിയാണ് വരുന്നത്. അതുപോലെ തന്നെ പന്നിയും അതുപോലെ തന്നെ ആനയും ഒക്കെ എത്തുന്നുണ്ട്. എന്തായാലും ഈ കാട്ടുപോത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ദൃശ്യങ്ങൾ തന്നെ ആളുകൾ തന്നെയാണ് ആ സമയം റോഡ് സൈഡിൽ താമസിക്കുന്ന കാട്ടുപോത്ത് നടന്നു വരുന്ന സൈഡിൽ താമസിക്കുന്ന ആളുകൾ തന്നെയാണ് വിഷലെടുക്കുന്നത്. അവിടെ ചായക്കടയുണ്ട്. അതിനുശേഷം ഈ കാട്ടുപോത്ത് നടന്ന് മെഡിക്കൽ കോളേജ് ഗേറ്റ് കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് ആ വിഷലിലുള്ളത്. എന്തായാലും പ്രദേശവാസികളെ സംബന്ധിച്ച് വലിയ ആശങ്ക നിലനിൽക്കുന്നു. തുടർച്ചയായി ഇത്തരത്തിൽ വന്യമൃഗം നാട്ടിലിറങ്ങുകയും ഈ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തിറങ്ങുന്ന ജീവനക്കാരുണ്ട്, ഡോക്ടർമാരുണ്ട്, മറ്റു ആശുപത്രി രോഗികളായി എത്തുന്നവരുണ്ട്. അങ്ങനെ പലരും വലിയ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് കാട്ടുപോത്ത് അടക്കമുള്ള ഇത്ര വന്യജീവികൾ സ്ഥിരമായി എത്തുന്നത് ഒരു ആക്രമണ ഭീഷണി, അതുകൊണ്ട് തന്നെ ഒരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമായി മാറുന്നു എന്നുള്ളതാണ്. അതിന് തക്കതായ രീതിയിൽ ഇതിന് ചുറ്റുമതിൽ നിർമ്മിക്കുന്ന ഒരു അശാസ്ത്രീയമാണ്. കാരണം വലിയ കിടങ്ങുകളൊക്കെ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് വലിയൊരു ചുറ്റുമതിൽ നിർമ്മിച്ച് ഈ കാട്ടുമൃഗങ്ങളെ തടയുക എന്ന് പറഞ്ഞ അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ ഫെൻസിങ് പോലുള്ള കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഈ മൃഗങ്ങൾ ഈ മെഡിക്കൽ കോളേജിന്റെ പരിസരത്തേക്ക് കയറാതിരിക്കാനുള്ള സംവിധാനം വേണമെന്നാണ് നാട്ടുകാരുടെ പ്രധാനമായ ആവശ്യം. രാത്രി കാലങ്ങളിൽ വനംവകുപ്പിന്റെ ഒരു പെട്രോളിംഗ് കൂടി പ്രദേശത്ത് ഉണ്ടാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഹരി, വ്യക്തമാണ്. ശശിനാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത്.
ഓട്ടോറിക്ഷയിൽ മീറ്റർ പ്രവർത്തിച്ചില്ലെങ്കിൽ സൗജന്യ യാത്ര എന്ന സ്റ്റിക്കർ പതിപ്പിക്കണമെന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി ഇന്നു മുതൽ നിലവിൽ വന്നു. എങ്കിലും ഭൂരിപക്ഷം ഓട്ടോകളിലും സ്റ്റിക്കർ പതിപ്പിച്ചിട്ടില്ല. മീറ്റർ ഇട്ട് തന്നെയാണ് ഓട്ടോ ഓടിക്കുന്നതെന്നും ഇത്തരത്തിൽ അടിച്ചേൽപ്പിക്കുന്ന നടപടികൾ അംഗീകരിക്കില്ലെന്നുമാണ് കൊച്ചിയിലെ ഓട്ടോക്കാരുടെ നിലപാട്. യൂണിയനുകൾ ഈ വിഷയത്തിൽ സർക്കാരുമായി വീണ്ടും ചർച്ച നടത്തും. മീറ്റർ ഇല്ലാതെ ഓട്ടോറിക്ഷകൾ ഓടുന്നത് തടയാൻ മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ ആശയമായ മീറ്റർ ഇട്ടില്ലെങ്കിൽ യാത്ര സൗജന്യം ഇന്നു മുതൽ നിലവിൽ വന്നു. മീറ്റർ ഉപയോഗിച്ചില്ലെങ്കിൽ യാത്രക്കാർ പണം നൽകേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുന്ന സ്റ്റിക്കർ ഓട്ടോറിക്ഷകളിൽ പതിക്കണം. കൊച്ചിയിലെ ഓട്ടോകളിൽ ഈ സ്റ്റിക്കർ ഉണ്ടോ? നമുക്കൊന്ന് പരിശോധിക്കാം. ചേട്ടാ, സ്റ്റിക്കർ ഉണ്ടോ ഓട്ടോയില്? സ്റ്റിക്കർ ഒട്ടിച്ചിട്ടില്ല, ഇതുവരെ ഒട്ടിച്ചിട്ടില്ല. ഇന്നു മുതലാണ് നിർദ്ദേശം വന്നിരിക്കുന്നത്. ഒട്ടിച്ചിട്ടില്ല. പറഞ്ഞ മാതിരി അത് ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. ഇന്നുപോലെ നിയമം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അത് നിയമം ആയോ ഇല്ലയോ എന്ന് അറിയാൻ പാടില്ല. പല കാര്യങ്ങളും ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നിയമത്തിൽ വന്നോ വന്നില്ലയോ എന്നൊന്നും അറിയാനും പാടില്ല. വേറെ ഒട്ടിച്ചിട്ടില്ല. മീറ്റർ ഇട്ടാണ് ഇപ്പോഴും ഓടിക്കുന്നത്. മീറ്റർ ഇട്ടാണ് ഓടിക്കാറുള്ളത്. മീറ്റർ ഉണ്ടോ? ഇന്നു മുതലാണല്ലോ സ്റ്റിക്കർ ഒട്ടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സ്റ്റിക്കർ ഒന്നും ഒട്ടിച്ചിട്ടില്ല. മീറ്റർ ഇട്ട് തന്നെ വണ്ടി ഓടാറുള്ളത്. ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് സ്റ്റിക്കർ ഒട്ടിക്കുന്നതിൽ എന്തെങ്കിലും തീരുമാനം കൊണ്ടുവന്ന് ഒട്ടിക്കണമെങ്കിൽ ഒട്ടിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. മീറ്റർ ഇട്ട് ഓടാറില്ല. മീറ്റർ ഇട്ട് തന്നെ ഞങ്ങൾ സർവീസ് നടത്തുന്നത്. അതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടും ഞങ്ങൾക്കില്ല. സ്റ്റിക്കർ ഒട്ടിക്കാന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ അതൊരു അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതിയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഞങ്ങൾ അതിനെ ശക്തമായിട്ട് എതിർക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മീറ്റർ ഇടാണ്ട് ഓടണമെങ്കിൽ ഞങ്ങൾ പിടിക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. പോലീസ് ഉണ്ട്, അതിനുള്ള സംവിധാനമുണ്ട്. ഞാനൊരു 30-31 വർഷമായിട്ട് ഓടണേ. ഇദ്ദേഹം ഒരു 42 വർഷമായിട്ട് ഓടണേ. ഞങ്ങൾ വളരെ സമാധാനപരമായ രീതിയിൽ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. വെറുതെ ആവശ്യമില്ലാത്തൊരു പ്രകോപനം ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മീറ്റർ ഇട്ട് തന്നെ ഇവിടെ ഓടണത്. ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. എല്ലാവരും മീറ്റർ ഇട്ട് തന്നെ ഓടണം ഇവിടെ. പിന്നെ പുറം വണ്ടികൾ ഇതിൽ ഇത് കാണിക്കണം എന്നുള്ളത്. അല്ലാണ്ട് ഇവിടെ സാധാരണ ഇവിടെ കിടന്ന് പറഞ്ഞ ആൾക്കാരൊന്നും ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. ഇപ്പോൾ ഈ കൊണ്ടുവന്നേക്കണ സംഭവം എന്ന് പറയുന്നത് ഇപ്പോൾ മീറ്ററിൻ്റെ പ്രശ്നവും അതേപോലെ പുറകിൽ സ്റ്റിക്കർ ഒട്ടിക്കണമെന്ന് പറയുന്ന പ്രശ്നവും ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാതെ തൊഴിലാളികളും യാത്രക്കാരുമായിട്ട് തല്ലുപിടിക്കാവുന്ന ഒരു സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. നമ്മളെന്ത് പറയാനാണ്? അവർ പറയണത് അതേപോലെ നടപ്പാകണം. ഒന്ന് നടപടിയാവുന്ന കേസിട്ടൊന്നുള്ളത്. ചുരുക്കം ചിലപ്പോൾ കാശ് പോലും മേടിക്കണ്ടാവും. ഇപ്പം എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലായാലും രാഷ്ട്രീയക്കാരിലായാലും എല്ലാത്തിലുണ്ടല്ലോ കുറച്ച് എത്തിക്കണികൾ എന്ന് പറഞ്ഞാൽ വർഷപ്പേളിലുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അവർ കാണിക്കുമ്പോൾ മറ്റുള്ളവരെ കൂടി ബാധിക്കും. അത് 100% 20% ചിലപ്പോൾ മോശംകാരുണ്ടാവും. 80% നല്ല ആൾക്കാരാണ്. പോലീസിലായാലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരിലായാലും രാഷ്ട്രീയക്കാരിലായാലും ഏത് മേഖല എടുത്താലും അങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ അതൊരു ആൾക്കാർക്ക് ഒരു ബോധവൽക്കരണം നടത്താൻ വേണ്ടിയാണ്. നമ്മൾ സഹകരിക്കുകയാണ് വേണ്ടത്. എനിക്ക് എൻ്റെ അഭിപ്രായം അതാണ്. മീറ്റർ ഇടാനത് ശരിയാവില്ല, പ്രായോഗികമാകില്ല. അത് ഓടിച്ച് ജീവിക്കാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. ഓടിക്കണത് മീറ്ററിൽ അത് കറക്റ്റ് ചെയ്യണം. കുറെ കറക്റ്റ് ചെയ്യാണ്ട് ഡിസ്കസ് ചെയ്ത് അത് തൊഴിലാളികളായിട്ട് ഡിസ്കസ് ചെയ്യണം. അല്ലാതെ യൂണിയൻകാരായിട്ട് ഡിസ്കസ് ചെയ്യാൻ ശരിയാവില്ല. അവർക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. കൊച്ചിയിലെ ഭൂരിഭാഗം ഓട്ടോകളിലും എന്തായാലും ഇതുവരെയും സ്റ്റിക്കർ പതിപ്പിച്ചിട്ടില്ല. നിയമങ്ങൾ അടിച്ചേൽപ്പിക്കേണ്ടതല്ല എന്നാണ് ഓട്ടോറിക്ഷക്കാരുടെ അഭിപ്രായം. യൂണിയനുകൾ സർക്കാരുമായി ചർച്ച നടത്തിയതിനു ശേഷമായിരിക്കും അന്തിമ തീരുമാനമെന്നാണ് യൂണിയനുകളുടെ അഭിപ്രായവും. ക്യാമറാമാൻ മനോജിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. പാലക്കാട് ചിറ്റൂരിലെ കുറ്റിപ്പള്ളത്തെയും വണ്ണാമടിയിലെയും ഷാപ്പുകളിലെ കള്ളിൽ കഫ് സിറപ്പിന്റെ അംശം കണ്ടെത്തിയതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് ചിറ്റൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പ്രതിഷേധം. കുറ്റിപ്പള്ളത്തെ ഷാപ്പ് താഴിട്ട് പൂട്ടിയും മുഴുവൻ സ്റ്റോക്ക് ഒഴുക്കിക്കളഞ്ഞും പ്രതിഷേധം നടത്തിയത്. CPM നേതാവ് ലൈസൻസിയായിട്ടുള്ള ഈ ഷാപ്പുകളിൽ ലബോറട്ടറി റിപ്പോർട്ട് വന്നിട്ടും തുറന്ന് പ്രവർത്തിക്കുന്നത് എക്സൈസ് വകുപ്പിലെ ഉന്നതരും CPM-ഉം ചേർന്ന് കൂട്ടുകച്ചവടത്തിന്റെ തെളിവാണെന്നാണ് നേതാക്കൾ ആരോപിക്കുന്നത്. കോട്ടയം വൈക്കം കണ്ണാടിക്കോലോത്ത് PS സോമരാജൻ നായർ നിര്യാതനായി. റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഭാര്യ തങ്കമ്മയാണ്. സംസ്കാരം ഇന്ന് വൈകിട്ട് വൈക്കം ആറാട്ടുകുളങ്ങരയിലെ വീട്ടുവളപ്പിൽ നടക്കും. മായ S. നായർ, ലത S. നായർ, ജയ S. നായർ എന്നിവരാണ് മക്കൾ. ന്യൂസ് 18 കേരളം സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലിന്റെ ഭാര്യാപിതാവാണ്. സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 7,940 രൂപ, പവന് 63,520 രൂപ.
18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 6540 രൂപ, പവന് 52,320 രൂപ. വെള്ളി ഗ്രാമിന് 104 രൂപ, കിലോ 1,04,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Kavita Gold and Diamonds. Choose your special. പൂർണ്ണമാകുന്നു സകലമാന കേരളം. ഇനി സ്പോട്ട് ലൈവ് കാണാം. ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.